ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? അപ്പൊ ഇന്ന് ഈർപ്പോണ പോണ വീഡിയോ ആണ് കേട്ടോ. ഒരു വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ്. എല്ലാരും ഫുള്ളായിട്ട് കാണണേ. ഡാനി ഓക്കെ പറ. ഓക്കെ നമ്മള് പോവാണേ. അപ്പോൾ ഈ വീഡിയോ നോമ്പിൻ്റെ ഒരു 4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗാലറിയിൽ വെച്ചിരിക്കുകയായിരുന്നു, എഡിറ്റ് ചെയ്യാൻ പെൻഡിങ്ങിലായി പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. എവിടെ എത്തി? ചുണ്ടപ്പുറത്തി നമ്മളെ കൊടുവള്ളിക്ക് പോവാണ്. അല്ലേ ഡാനിമോനെ? അപ്പോൾ വീട്ടിലോട്ട് പെട്ടെന്നൊന്ന് പോകണമെന്ന് തോന്നി, അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളില്ലായിരുന്നു, അതും കൂടെ ഒരു കാരണമാണ്. അങ്ങനെ ആനൂസ് സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിന്നതായിരുന്നു. വീട്ടിലേക്ക് എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക്, അതായത് താമരശ്ശേരിക്ക്. അപ്പോൾ അനൂസ് വന്ന ശേഷം പോകാൻ നിന്നപ്പോൾ അസ്മൽ കാക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുവള്ളി എത്തിയിട്ട് അനുഗ്രഹ സ്റ്റോറിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ട്. വേറെ ഒന്നല്ല, കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കാക്കൻ്റെ മക്കളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. ഹോൾസെയിൽ ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് എപ്പോഴും ഫ്രഷ് സാധനങ്ങളാണ് നമുക്ക് കിട്ടൽ. കാരണം ഇപ്പോഴും ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഏതായാലും നമ്മളവിടെ കയറിയിട്ട് കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ സെലക്ട് ചെയ്യാണ് കേട്ടോ. മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മിഠായികളൊക്കെ ഒഴിവാക്കിയിട്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആക്കാമെന്ന് കരുതി. ബിസ്ക്കറ്റ് ആയാലും കൂടുതൽ കഴിക്കുന്നതൊന്നും നല്ലതല്ല, അങ്ങനെയാണെങ്കിലും മിഠായി അധികം കഴിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. കാണിക്ക്, എൻ്റെ ചെറുതുണ്ടോയെന്ന് ചോദിച്ചോളൂ. ഡാനിമോനെ ഏത് ബിസ്ക്കറ്റാ വേണ്ടി? ഡാനിമോനെ പറയും. വാങ്ങ വാങ്ങ. ഇല്ലേ, ഒന്ന് മതി കേട്ടോ. സല ഹനിമോന് കിട്ടിയോ? അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ കൊടുവള്ളി ഷവായ് സ്പോട്ടിൻ്റെ അടുത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ 2-3 വീഡിയോ ഒക്കെ ഷവായ് സ്പോട്ടിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പരപ്പമ്പോയിൽ എത്തിയിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിർത്തിയതാണ് കേട്ടോ. മഞ്ഞ 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 വത്തൊക്കെ ചോപ്പ് കളറാണല്ലേ? മഞ്ഞ തന്നെയാണോ? അതല്ല പറഞ്ഞു, അതല്ല പുറമെ പക്ഷേ ചോപ്പുണ്ടാവില്ലല്ലേ? പിന്നെന്താ? അങ്ങനെ അത് അവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥലത്തി ഇർപ്പോണെത്തിയേ
ഇരുട്ടാണ്, വെളിച്ചൊന്നുമില്ല. അതാ മാമി വരുന്ന, മാമി അതാ വെളിച്ചമായിട്ട് വരുന്ന. ചോറുണ്ടോ? നോക്കണേ. ഇങ്ങോട്ടോ പോവല്ലേ? നമ്മൾ പോവാ, വാപ്പിനോട് പറയാം നമ്മൾ പോവാ. വായിലിടല്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നാത്തോന് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓറഞ്ച് ജ്യൂസാണെന്ന് തോന്നുന്നു, മറന്നു പോയിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ ഇതാ മീൻ പൊരിച്ചത് അനിയത്തി കാണിച്ചു തന്നാണ്. മീൻ പൊരിച്ചതുണ്ട്. അതുപോലെ ഇതെന്താ കറിയെന്ന് നോക്കട്ടെ കേട്ടോ. ചെറുപയറാണോ, വെള്ളരിയും ചെറുപയറും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഉപ്പേരി എല്ലാം ഉണ്ട്. എല്ലാം കാണിപ്പിച്ചിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊതിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാത്തൂന് ഇതാ വള്ളമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ്. ഇതെന്താ ജീരകവെള്ളമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ നാത്തൂന് ഉച്ചക്ക് കുറച്ച് സോയാബീൻ്റെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, അതും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അനൂസിനും ഡാനിമോനൊക്കെ വേണം. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ബിരിയാണി കണ്ടാൽ എന്തായാലും കുറച്ച് കഴിക്കാനൊക്കെ തോന്നുമല്ലോ. അങ്ങനെ അസ്മൽ കാക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്തു, കുടിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അസ്മൽ കാക്ക വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഞങ്ങളിവിടെ വിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഡാനിമോന് പോവണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പോവാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് കാക്കൻ്റെ മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദാ എഴുന്നേറ്റ് വന്നതാണ്. ഞങ്ങളെ കണ്ടിട്ട് പെട്ടെന്ന് എന്തോ അത്ഭുതം പോലെയാണ്. കാരണം പ്രതീക്ഷിക്കാതെയുള്ള വരവാണല്ലോ. അങ്ങനെ പിന്നെ അസ്മൽ കാക്കൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ വീണ്ടും കഴിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോകുന്നതെങ്കിലും വീണ്ടും കഴിച്ചു. ഡാനിമോനും അനൂസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാ മക്കളും ഒക്കെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട്. ഒന്നിൽ ചോറ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒന്നിൽ കറിയാണ്. പിന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുക്കറിൽ ഇത് കടലക്കറിയാണ്, പുട്ടും കടലയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അസ്മൽ കാക്ക വരും, അസ്മൽ കാക്ക ചായയും കൊടുക്കണം, അതുപോലെ കൊണ്ടുപോകാനുള്ള ചോറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാനിമോനൊന്നും എഴുന്നേറ്റിട്ടില്ല. ഡാനിമോൻ നല്ല ഉറക്കമാണ്. അനൂസ് നേരത്തെ എഴുന്നേറ്റ് പോയിട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിയണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ നമുക്ക് രാവിലെ തന്നെ ആവും. രാവിലെ തന്നെ അല്ലെങ്കിലും ഇവിടെ എല്ലാം റെഡിയാക്കലുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ രാവിലെ തന്നെ എല്ലാം ഉച്ചക്കത്തേക്കുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കും. പിന്നെ ഉച്ചക്ക് വേറെ നമുക്ക് പരിപാടി ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നാത്തൂന് ഇതാ കുറച്ചുകൂടെ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുകയാണ്. പിന്നെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് കാക്കതാ നല്ലോണം പുട്ടും കടലക്കറിയൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. ഈ കുട്ടൻ ചായ കുടിക്കാൻ പോവാണേ. ഇതെന്താ പുട്ടും കടലേ അല്ലേ? അങ്ങനെ അതിനിടയ്ക്ക് ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡാനിമോനും എഴുന്നേറ്റിട്ട് ഡാനിമോനും ഞാൻ ചായ ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പുകയായിട്ടാണ് കേട്ടോ ഈ ബ്ലറാകുന്നത്, അല്ലാതെ ക്യാമറൻ്റെ പ്രശ്നമൊന്നുമല്ല. അനൂസും അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ആണ് ചായ കുടിച്ചത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല കളിയിലാണ്. മക്കളെല്ലാവരും എഴുന്നേറ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല കളിയാണ് കേട്ടോ. പിന്നെ മാമന് ഈർപ്പോണയിൽ കൊണ്ടുപോയിട്ട് 2 മക്കൾക്കും തോക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോ കൂടാണ് ഈ കാണുന്നത്. പിന്നെ ദാ നാത്തൂന് മോളെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നാത്തൂന് അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ അറിയട്ടെ. പല ടൈപ്പിലും കിട്ടും. അത് നാത്തൂൻ്റെതായാലും മക്കളതായാലും എല്ലാം ചെയ്യും കേട്ടോ. വേണമെങ്കിൽ മോളെ മുടിയിൽ ഓരോ പരീക്ഷണങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. നാത്തൂൻ്റെതും അതുപോലെ തന്നെ ചെയ്തെടുക്കലുണ്ട്. അങ്ങനെ ദാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഈ മതിലിലൊക്കെ പാത്രങ്ങൾ കഴുകി ഉമ്മ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെയിലുള്ള സമയത്ത് എന്തിനാണ് പുറത്ത് ഉണക്കാൻ വെച്ചതെന്ന് മനസ്സിലായില്ല. അല്ലാതെ തന്നെ ഉണങ്ങിക്കോളും. അനൂസിന് പുതിയ ഗണ്ണ് കിട്ടിയതിൻ്റെ ഷോ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയായിട്ടും വെടിവെക്കാൻ നോക്കിയിട്ട് പൊട്ടുന്നില്ല. പൊട്ടാഞ്ഞിട്ട് ചമ്മലായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നാത്തൂന് മക്കളെ കടയിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള വീടിൻ്റെ താഴെയായിട്ടുള്ള കടയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കുൽഫിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. ഇത് നമ്മൾ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ, ചക്കയാണ്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കടുകിട്ട് വറവ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ കൊടുവള്ളിക്ക് തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ദിവസത്തേക്ക് തന്നെയാണ് നമ്മൾ നിൽക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അനൂസിൻ്റെ തോക്കൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് സെറ്റാക്കി നിൽക്കുകയാണ്.
പിന്നെ പോരാൻ അനൂസിന് ഇവിടുന്ന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കച്ചറയും കരച്ചിലൊക്കെ ഉണ്ടാവലുണ്ട് പോകുന്ന സമയത്ത്. അങ്ങനെ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ അസ്മൽക്കാക്ക ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ ചക്കയും അതുപോലെ കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ചക്കയിലേക്ക് മീൻകറി ഒഴിച്ചാണ് അസ്മൽക്കാക്ക കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കഴിക്കാനും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഡാനിമോൻ ഇതാ അത് കഴിക്കാൻ വേണ്ടിയിട്ട് മടിയിൽ കയറിയിരിക്കുകയാണ്. ചക്കയൊക്കെ ഡാനിമോനും ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡും കൂടെ പാഴ്സലാക്കിയിട്ടാണ് കേട്ടോ കൊടുവള്ളിക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബായ്.